ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടാറ്റയുടെ ഇന്ത്യയിലുള്ള വണ്ടികളുടെ പോർട്ട്ഫോളിയോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഓർ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് അവരടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്ന വണ്ടികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ചില വണ്ടികളുടെയൊക്കെ ലോഞ്ച് ടൈമിൽ ഇപ്പോൾ ടാറ്റ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ സിയേറ, അവിന്യ, അതുപോലെ തന്നെ ഹാരിയർ ഇവി തുടങ്ങിയ വാഹനങ്ങളുടെയൊക്കെ. നമുക്ക് എന്തായാലും ആദ്യം സിയേറ ഇവിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പഴയ വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു സിയാറ. ഈവൻ ഇപ്പോഴത്തെ വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. നമുക്കങ്ങനെ അധികം കാണാനൊന്നും കിട്ടാറില്ല. 1991 മുതൽ 2003 വരെ ആയിരുന്നു ഈ വാഹനം പ്രൊഡക്ഷനിലുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ മോഡൽ പോലെയാണ് ടാറ്റ ഈ പുതിയ സിയാറ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡിസൈനൊക്കെ അവർ എടുത്ത് പേറ്റൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മോഡൽ കണ്ടല്ലോ ഓട്ടോ എക്സ്പോയിലൊക്കെ ആയിട്ട്, അതുപോലൊക്കെ തന്നെയുണ്ട് ഇതിൻ്റെ ഡിസൈൻ അവർ പേറ്റൻ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ. കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. മിക്കവാറും ടാറ്റയുടെ ഇപ്പോഴത്തെ ഒരു സിഗ്നേച്ചർ ഫേസ് അതുമായിട്ട് ഇൻസ്പയർഡ് ഒരു രൂപം തന്നെയായിരിക്കും ഈ വാഹനത്തിന് ഉണ്ടാകാൻ പോകുന്നത്. ഇനി ലോഞ്ച് ടൈം ലൈനിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനം ഈ അടുത്തൊന്നും വരാൻ പോകുന്നില്ല, ഒരു ഇത്തിരി കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇതിൻ്റെ കോൺസെപ്റ്റ് ശരിക്കും അവർ 2020 നടന്ന ഓട്ടോ എക്സ്പോയിൽ കാണിച്ചാണ്. അത് കഴിഞ്ഞ് 2023 ഓട്ടോ എക്സ്പോയിൽ പിന്നെയും കാണിച്ചു. അങ്ങനെ വന്ന് 2026 ഫൈനാൻഷ്യൽ ഇയറിൽ വാഹനം ലോഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 2026 ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെയുള്ള സമയത്താണ് ഈ വാഹനത്തിൻ്റെ എസ്റ്റിമേറ്റഡ് ലോഞ്ച് ഡേറ്റ് വന്നിരിക്കുന്നത്. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം. മിക്കവാറും 2026 മിഡ് അല്ലെങ്കിൽ 2026 അവസാനത്തോടുകൂടിയൊക്കെ ഇറങ്ങാനാണ് ചാൻസ്. ആൻഡ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും അതുപോലെ മൊത്തത്തിലുള്ള ഡിസൈൻ ആണെങ്കിലും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ടാറ്റ പിടിച്ചിരിക്കുന്നത്. ആൻഡ് പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മുടെ ഈ അടുത്ത് നമ്മൾ പഞ്ചീവിയിലൊക്കെ കണ്ടില്ലേ, active.ev ഓർ ആക്റ്റീവ് പ്ലാറ്റ്ഫോം, ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ സിയേറ ഇവിയും ബേസ് ചെയ്തിരിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ Gen 2 EV ആർക്കിടെക്ചറിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. അതായത് ആദ്യം EV വരും, അതിനുശേഷം പിന്നെ അവർ തന്നെ പെട്രോൾ, ഡീസൽ തുടങ്ങിയ വേർഷൻസ് ഒക്കെ ഇറക്കിയേക്കാം. ഡീസലിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം 2027 ആകുമ്പോഴേക്കും ഡീസലൊക്കെ ഓൾമോസ്റ്റ് അവസാനിക്കുന്ന ഒരു സമയമാവും. BS7 വരുമ്പോഴേക്കും മിക്ക കമ്പനികളിലും ഡീസൽ പൂട്ടും. നമുക്ക് പിന്നെ ഈവൻ വലിയ എഞ്ചിൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ കിട്ടുന്ന 2 ലിറ്റർ ഡീസൽ എഞ്ചിൻസും എക്സിസ്റ്റൻസ് കുറച്ച് ക്വസ്റ്റനബിൾ ആണ്. എന്തായാലും ചെറിയ ഡീസൽ എഞ്ചിൻസ് എല്ലാം പോകും, അത് ടാറ്റയും കൺഫേം ചെയ്തിട്ടുണ്ട്. അവരുടെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ BS7 വരെയുള്ള ടൈം പീരീഡിലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. BS7 മുതൽ അവർ നിർത്തും. പിന്നെയുള്ളത് ഇലക്ട്രിക്കും പെട്രോളുമാണ്. പെട്രോൾ തീർച്ചയായും വരും. നമുക്ക് മിക്കവാറും ഈ അടുത്ത് അവരിറക്കിയ 1.5 TGD എഞ്ചിൻ ഉണ്ടല്ലോ, ഈ അടുത്ത് ഇറക്കിയതല്ല, ഇതുവരെ അവർ ഒഫീഷ്യലി വണ്ടികളിലൊന്നും ഇറക്കിയിട്ടില്ല. പക്ഷേ 2023 ഓട്ടോ എക്സ്പോയിൽ അവർ ആ ഒരു പുതിയ എഞ്ചിൻ കാണിച്ചായിരുന്നു. അത് ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക് പവർ ട്രെയിൻ ഒബ്വിയസ്ലി വരും. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മോട്ടറും അതുപോലെ ഡ്യുവൽ മോട്ടർ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത്. അത്യാവശ്യം നമുക്ക് നല്ലൊരു റേഞ്ചും പ്രതീക്ഷിക്കാം. ഒരു 50 to 70 kWh അടുത്ത് എവിടെയെങ്കിലുള്ള ബാറ്ററി പാക്ക് ആയിരിക്കാം അവർ ഇതിൻ്റെ അകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വലിയ ബാറ്ററി പാക്ക് അക്കോമഡേറ്റ് ചെയ്യാനും പ്രശ്നം ഉണ്ടാവില്ല. എക്സ്റ്റീരിയർ ഡിസൈൻ വൈസ് നമ്മുടെ പഴയ സിയേറയുടെ ഒരു ലുക്ക് മിമിക് ചെയ്യാൻ ഇവർ നോക്കിയിട്ടുണ്ട്. കുറച്ച് ഗ്ലോസി ബ്ലാക്ക് പാനലൊക്കെ വെച്ചിട്ട്. ശരിക്കും അങ്ങനത്തെ ഗ്ലാസ് റൂഫ് ഇനി കൊടുക്കാൻ പറ്റില്ല, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ അതിന് പകരം അവർ അങ്ങനത്തെ ഒരു ഡിസൈൻ പിടിച്ചു. ഇനി അടുത്ത വാഹനം ഇതുപോലെ തന്നെ നമ്മുടെ ഹാരിയർ ഇവി ആണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ നേരത്തെ വരും. 2025 ഫൈനാൻഷ്യൽ ഇയറിലാണ് അവർ ഈ ഒരു വാഹനത്തിന് ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള ടൈം പീരീഡിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. ഇതും ഒരു 2025 മിഡൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് അടുത്ത വർഷം എന്തായാലും ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് പറയാം. കാരണം ഈ വണ്ടിയും സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ നമ്മുടെ പഞ്ചീവിയുടെ ആക്റ്റീവ് പ്ലാറ്റ്ഫോം ഓർ active.ev പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇതിനും അത്യാവശ്യം നല്ലൊരു 60 kWh അടുത്തെങ്കിലും സൈസുള്ള ബാറ്ററി പാക്ക് തന്നെയായിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഒന്നാമത് വണ്ടിക്ക് നല്ല വലുപ്പമുണ്ട്, അതിൻ്റെ കൂടെ ഒരു ചെറിയ ബാറ്ററി പാക്കും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റേഞ്ച് നന്നായിട്ട് കുറയും. അതുകൊണ്ട് എന്തായാലും ഒരു 500 കിലോമീറ്റേഴ്സിന് മുകളിലായിരിക്കും ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് വരാൻ പോകുന്നത്. ആൻഡ് നമുക്കൊരു 300 to 350 കിലോമീറ്റേഴ്സിന് അടുത്തെങ്കിലും റിയൽ ലൈഫിൽ കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ നേരത്തെ സിയേറ ഇവിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഹനത്തിനും ഓൾ വീൽ ഡ്രൈവ് ഒബ്വിയസ്ലി എക്സ്പെക്റ്റഡ് ആണ്. അത് ടാറ്റ തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നോർമൽ ഡീസൽ ഹാരിയർ പോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് വീൽ ഡ്രൈവ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഒരുപക്ഷെ ഓൾ വീൽ ഡ്രൈവും അതുപോലെ റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലും ആയിരിക്കും ഇത് വരാൻ പോകുന്നത്. അത് നമുക്കറിയില്ല. ചിലപ്പം ഓൾ വീൽ ഡ്രൈവ് ആൻഡ് ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ ആവാം. കാരണം പഞ്ച് ഇപ്പോൾ അവർ ഈവൻ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ ആണെങ്കിലും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ആർക്കിടെക്ചർ വരുമ്പോൾ അതിൻ്റെ അകത്ത് റിയർ വീൽ ഡ്രൈവ് കൊടുക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. മോട്ടർ റിയറിൽ മൗണ്ട് ചെയ്താൽ മതി. പക്ഷേ എന്നാലും കമ്പനികൾ ഇത്തിരി കൂടെ പ്രിഫർ ചെയ്യുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ EV6 അല്ലെങ്കിൽ IONIQ 5 ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് കൺഫിഗറേഷൻ റിയർ വീൽ ഡ്രൈവ് ആണ്. അതിൻ്റെയൊക്കെ കോമ്പറ്റീഷനിലും ടാറ്റയുടെ ഒരു പുതിയ വണ്ടി വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിന് മുമ്പ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ ആദ്യം പറയണമല്ലോ. ഹാരിയർ ഇവി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വൈസൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. ഓൾമോസ്റ്റ് നോർമൽ ഹാരിയർ എങ്ങനെയാണ് ഡിസൈൻ ഉണ്ടാകുന്നത് അതുപോലൊക്കെ തന്നെ ആയിരിക്കും. കുറച്ച് ചേഞ്ചസ് ഉണ്ടോ, അതായത് ഇപ്പോൾ ക്ലോസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഗ്രില്ല്, പിന്നെ കുറച്ച് പുതിയ ബമ്പർ ഡിസൈൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഓവറായിട്ട് ഡിസൈൻ എക്സ്പെക്ടേഷൻസ് വെക്കരുത്. പിന്നെ കുറേയൊക്കെ അവർ 2023 ഓട്ടോ എക്സ്പോയിൽ കാണിച്ചായിരുന്നു ഹാരിയർ ഇവിയുടെ ഡിസൈൻ. അതുമായിട്ട് ഇൻസ്പിറേഷൻസ് ഉണ്ടാകും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് അവർ കാണിച്ച കുറേ സാധനങ്ങൾ അവർ ഈ ഹാരിയർ ഫേസ് ലിഫ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കും എന്നും പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ഒരു ലുക്കായി പോകും. അപ്പോൾ
2025 ഈ വണ്ടി വരുന്ന സമയത്ത് ടാറ്റയുടെ ഫ്ലാഗ്ഷിപ്പ് EV ഇത് തന്നെയായിരിക്കും. ഹാരിയർ EVയും അതുപോലെ സഫാരി EVയും രണ്ട് വണ്ടികളും അവർ ലോഞ്ചിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി രണ്ടിനും ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം പെട്രോളിൻ്റെ ആണെന്ന് വിചാരിച്ചു, പക്ഷേ കുറേയൊക്കെ EVകളുടെ ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഹാരിയർ ഡീസലിൽ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പെട്രോൾ അവരെപ്പോൾ കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഓൾറെഡി ടാറ്റയുടെ എഞ്ചിൻ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അവരൊരു വണ്ടിയിലും കൊടുത്തിട്ടില്ല. അത് ഈ വണ്ടിയും ടാറ്റയുടെ ജനറേഷൻ 2 ഇലക്ട്രിക് വാഹനങ്ങളുടെ ആർക്കിടെക്ചറിലായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം അവിന്യ, ഈ വണ്ടിയുടെ കോൺസെപ്റ്റ് അവർ കുറേ മുമ്പ് കാണിച്ചാണ്, ഓൾമോസ്റ്റ് 2 വർഷം മുമ്പ് കാണിച്ചാണ്. ആൻഡ് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് ഡിസൈൻ രീതിയിലോ അല്ലെങ്കിൽ പുതിയ കോൺസെപ്റ്റ് ആയിട്ടൊന്നും അവർ കാണിച്ചിട്ടില്ല. 2 വർഷം മുമ്പ് കാണിച്ച ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ ബാക്കി സാധനങ്ങൾ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് അവരിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. 2026 ഫൈനാൻസ് ഇയറിൽ തന്നെയാണ് സർപ്രൈസിംഗ്ലി ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഡേറ്റ് പറയുന്നത്. അത് കുറച്ച് നേരത്തെയാണ്, കാരണം സിയറ EVയുടെയും ആ സമയത്ത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2027 ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്, കാരണം മാർച്ച് 31 വരെ സമയമുണ്ടല്ലോ. ആൻഡ് ഈവൻ അത് കഴിഞ്ഞൊരു ഇത്തിരി ഡിലേ ആയി പോയാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് Gen 3 ആർക്കിടെക്ചറിൽ വരുന്ന വാഹനമാണ്. അതായത് കംപ്ലീറ്റ്ലി സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലായിരിക്കും ഈ വാഹനം വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ടാറ്റയുടെ Acti.EV പ്ലാറ്റ്ഫോം 400 വോൾട്ട് ആർക്കിടെക്ചറാണ്, അതായത് പഞ്ച് EV, ഇനി വരാൻ പോകുന്ന ഹാരിയർ EV, സിയറ EV ഇതൊക്കെ. പക്ഷേ ഈ വാഹനം ഒരുപക്ഷെ 800 EV ആർക്കിടെക്ചർ ആവാനാണ് ചാൻസ്, കാരണം ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ വരുന്ന വാഹനമാണ്. ആൻഡ് ഇത് നമ്മുടെ Acti.EV പ്ലാറ്റ്ഫോം അല്ല, ഇത് ജാഗ്വാറിൻ്റെ EMA എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങളെ പ്ലാറ്റ്ഫോം ബേസ് ചെയ്തായിരിക്കും വരാൻ പോകുന്നത്. അത് ഈ മറ്റേ ഹാരിയറിൻ്റെ ഒക്കെ ടാറ്റ എടുത്തല്ലോ, D8 പ്ലാറ്റ്ഫോം ഡിറൈവ് ചെയ്ത് ടാറ്റയുടേതായിട്ടുള്ള ഒമേഗ ആർക്കിടെക്ചർ ഉണ്ടാക്കിയല്ലോ, അതുപോലത്തെ ഒരു സംഭവമായിരിക്കും ടാറ്റ ചെയ്യാൻ പോകുന്നത്. ജാഗ്വാറിൻ്റെ EMA പ്ലാറ്റ്ഫോം എടുത്തിട്ട് അവർ ടാറ്റയുടെ ഒരു രീതിയിൽ ട്വീക്ക് ചെയ്തിട്ട് ഈ വണ്ടിയിൽ കൊടുക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് ഉണ്ടാവും. ആൻഡ് ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള EV ആയതുകൊണ്ട് 4.5 മീറ്റേഴ്സിന് മുകളിൽ തന്നെ ലെങ്ത്തും ഉണ്ടാവും. മാത്രമല്ല അത്യാവശ്യം വലിയൊരു ബാറ്ററി പാക്കും ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. ഏകദേശം നമ്മുടെ EV6 Ioniq 5 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഈ വണ്ടി പോകും. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് 60 to 80 kWh വരെയുള്ള ബാറ്ററി പാക്കൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതൊക്കെ ഈ വാഹനത്തിൽ എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫ് റേഞ്ച് ഒരു 400 to 500 കിലോമീറ്റേഴ്സിന് അടുത്ത് വരെയും കിട്ടും. പിന്നെ മറ്റുള്ള വണ്ടികളുടെ കാര്യം പോലെയല്ല, ഈ വണ്ടി നമ്മൾ ഇതുവരെ പ്രൊഡക്ഷൻ സ്പെക്കോ അല്ലെങ്കിൽ ക്ലോസ്ഡ് പ്രൊഡക്ഷൻ സ്പെക്കോ ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. സിയറ EV ആണെങ്കിലും അതുപോലെ ഹാരിയർ EV ആണെങ്കിലും ഏത് വണ്ടിയാണ്, ഈവൻ കർവ് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ സ്പെക് ഫോട്ടോസ് എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം അറിയാം. ഈ വാഹനം പ്യുവർ കോൺസെപ്റ്റലൈസ്ഡ് ഫോമാണ്. ഇതിൻ്റെ അകത്തൊരു 50% എങ്കിലും പ്രൊഡക്ഷൻ സ്പെക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഡിസൈൻ എക്സാക്ട്ലി ഇങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ടാറ്റയുടെ ഒരു പഴയ പോർട്ട്ഫോളിയോ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കാണിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് വാഹനങ്ങളുമായിട്ട് കുറച്ചൊക്കെ നീതി പുലർത്തിയെന്ന രീതിയിലായിരിക്കും അവർ ശരിക്കുള്ള വണ്ടി ഇറക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു വണ്ടി കാണിച്ചിട്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി അവർ ഇറക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ പേര് ഇതായിരിക്കണം എന്നുമില്ല. ഇത് അവിന്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പേരാണ്. ശരിക്കുള്ള വണ്ടി വരുമ്പോൾ വേറെ എന്തെങ്കിലും പേരായിരിക്കാനാണ് ചാൻസ്. എനിവേ ഗൈസ്, ഇതാണ് ടാറ്റ ഇനി ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്ന അവരുടെ 3 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോഞ്ചസ്. ആൻഡ് ഇതിൻ്റെയൊക്കെ ലോഞ്ച് ടൈമിൽ അവരിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്ത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.